വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് 8 ദിവസം പിന്നിടുമ്പോഴും ചോരക്കൊതി ഒടുങ്ങാതെ ഇസ്രായേൽ സൈന്യം. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ സ്വന്തം വീടുകൾ തേടി മടങ്ങുന്നവർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 11 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത്. ഗസ നഗരത്തിലെ സെയ്ത്തൂൻ മേഖലയിലുള്ള വീട് സന്ദർശിക്കാൻ പുറപ്പെട്ട അബൂ ഷാബാൻ കുടുംബത്തിലെ 7 കുട്ടികളും 3 സ്ത്രീകളുമടക്കമാണ് കൊല്ലപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച വാഹനത്തിനു നേരെ ഇസ്രായേൽ സൈന്യം ഷെല്ലാക്രമണം നടത്തുകയായിരുന്നു. മുന്നറിയിപ്പില്ലാതെയായിരുന്നു ആക്രമണമെന്നും അധിനിവേശകരുടെ ഒടുങ്ങാത്ത ചോരക്കൊതിയാണ് സാധാരണ ജനങ്ങൾക്ക് മേൽ ആവർത്തിക്കുന്ന ആക്രമണങ്ങൾക്ക് കാരണമെന്നും പ്രതിരോധ വക്താവ് മഹമ്മൂദ് ബസാൽ പറഞ്ഞു. കുടുംബത്തിന് നേരെ നടന്ന ആക്രമണം കൂട്ടക്കൊലപാതകമാണെന്നും ആക്രമണത്തെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കി. വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന ഇസ്രായേലിനെതിരെ നടപടിയെടുക്കണമെന്നും US-നോടും മധ്യസ്ഥ രാജ്യങ്ങളോടും ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷവും ഗസയുടെ 53% പ്രദേശവും ഇസ്രായേൽ സൈന്യത്തിന്റെ കീഴിൽ തുടരുകയാണ്. വെടിനിർത്തലിന്റെ ഭാഗമായി അവശേഷിക്കുന്ന 20 ബന്ദികളെ ഹമാസും 2000-ലധികം ബന്ദികളെ ഇസ്രായേലും വിട്ടുകൊടുത്തു കഴിഞ്ഞു. ഗസയിലെ ജനങ്ങൾക്ക് പുറം ലോകത്തേക്ക് പ്രധാന കവാടമായിരുന്ന റഫ അതിർത്തി തിങ്കളാഴ്ച ഭാഗികമായി തുറക്കുമെന്നായിരുന്നു ഈജിപ്തിലെ ഫലസ്തീൻ എംബസി അറിയിച്ചത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ റഫ തുറക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിരിക്കുകയാണ്. 2024 മെയ് മുതൽ അടഞ്ഞുകിടക്കുന്ന റഫ അതിർത്തി തുറന്നു കിട്ടിയാൽ ഇതുവഴി ഈജിപ്തിലുള്ള ഫലസ്തീനികൾക്ക് മടങ്ങാനാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഗസയിൽ നിന്ന് പുറത്തു കടക്കാൻ നിലവിൽ അനുവദിക്കില്ല. ഗസയിലേക്കുള്ള സഹായ ട്രക്കുകൾ എത്തിക്കാൻ റഫ അതിർത്തി തുറന്നാൽ എളുപ്പമായിരുന്നു. 1.5 വർഷത്തോളമായി ഇസ്രായേൽ അടച്ചുകളഞ്ഞ റഫ അതിർത്തി ഈ വർഷം ആദ്യം വെടിനിർത്തൽ കാലത്ത് തുറന്നിരുന്നെങ്കിലും വീണ്ടും അടച്ചിടുകയായിരുന്നു. തുറക്കാനുള്ള നീക്കം തടയുന്നതിലൂടെ ഗസയിലേക്കുള്ള സഹായം തടയുകയാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്.